കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാകുമ്പോൾ സുഭാഷും ചാന്ദിനിയും സീറ്റൗട്ടിലിരുന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹരീഷും നികേഷും മൊബൈൽ നോക്കി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അമ്മായി അവിടെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന് എന്താ ചെയ്യുന്നേ, ഫുഡ് ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുന്നത്. അല്ല, തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അമ്മായിയും. സ്റ്റൗ ഫ്രീ ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നവൾ പറയേ അതൊന്നും ഇപ്പം നടക്കില്ല. തൊഴാൻ വന്നവർ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു പൊക്കണം, അല്ലാതെ ഈ അടുക്കളയിൽ നിരങ്ങം വരണ്ട എന്നമ്മായി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുധീഷും അങ്ങോട്ടെത്തുകയാണ്. എന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കുന്നേ എന്ന് നിധി ചോദിക്കുമ്പോഴാണ് അങ്ങോട്ട് വന്ന സുധീഷ് എന്താ നിധി പ്രശ്നം, ഇവര് നിന്നെ ചീത്ത പറഞ്ഞോന്ന് ചോദിക്കുന്നത്. ഏയ് അങ്ങനൊന്നുമില്ല, ഞാൻ സ്റ്റൗ ഒന്നും ഉപയോഗിക്കാൻ ചോദിച്ചതാണ് നിധിയും. ഇയാൾ ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ, എടോ നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കാമെന്നേ എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് ഇവിടെ തൊഴാൻ വരുന്നവരെ ശുദ്ധം പാലിച്ച് സ്വയം പാചകം ചെയ്ത് കഴിക്കണം, അതാണ് ചിട്ട എന്ന് അമ്മായിയും പറയുന്നുണ്ട്. ഓ, ഈ ചിട്ടകളും ശീലങ്ങളും ഒക്കെ കാലം മാറുമ്പോൾ മാറാനുള്ളതാണ് അമ്മായി. അമ്പലത്തിനടുത്ത് തൊഴാൻ മാത്രമായി വരുന്നവർക്ക് ശുദ്ധം നോക്കിയിട്ട് വെച്ച് വിളമ്പുന്ന ഒരു ഹോട്ടലുണ്ട്, ഞാൻ അന്വേഷിച്ചായിരുന്നു. നിധിയെ നമുക്ക് അവിടുന്ന് കഴിക്കാം വാ എന്ന് സുധീഷ് വിളിക്കുന്നു. ത്രോട്ട് വല്ലാത്ത പെയിൻ, കുറച്ച് വെള്ളം ചൂടാക്കി കുടിക്കാൻ വന്നതാ, പക്ഷേ സ്റ്റൗ തരില്ലെന്ന് പറയുന്നു എന്നവൾ പറയേ എന്താ സംശയം, ഇവിടെ ഇരിക്കുന്ന ഒറ്റ പാത്രത്തിൽ പോലും തൊടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ലെന്ന് അമ്മായി. അതെന്താ, നിങ്ങളുടെ ഗൾഫിലുള്ള ഭർത്താവ് ഞങ്ങളുടെ ധനശേഖരൻ അമ്മാവൻ കൂട്ടിവെച്ച് കെട്ടിയുണ്ടാക്കിയ അടുക്കള വാങ്ങിവെച്ച പാത്രങ്ങളുമൊക്കെയാണോ ഇരിക്കുന്നത്, അല്ലല്ലോ എന്ന് സുധീഷും ചോദിക്കുകയാ. എടാ, തോന്നിയസം പറഞ്ഞാലുണ്ടല്ലോ എന്നമ്മായി ദേഷ്യത്തോടെ വെച്ചവയ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയസം കാണിക്കാം അല്ലേ, വന്നു കേറിയപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ നിങ്ങൾ നിധിയുടെ മേലെ തട്ടിക്കയറാനായിട്ട്. നിധിയുടെ മേൽ തട്ടിക്കയറാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത് എന്ന് സുധീഷ് ചോദിക്കുന്നതുകൾക്ക് സുധീഷെ വഴക്ക് വേണ്ട എന്ന് നിധിയും പറയുന്നു. ദേ, നിങ്ങൾ ഇവൾക്ക് സ്റ്റൗ കൊടുക്കൂലെന്ന് പറഞ്ഞോ എന്ന് സുധീഷ് ചോദിക്കെ. ഈ വീട്ടിലെ അടുക്കളയും 2 മുറികളും ഞങ്ങൾ ബുക്ക് ചെയ്തതാണെന്ന് അമ്മായിയോ. അങ്ങനെ ബുക്ക് ചെയ്യാനൊന്നും പറ്റൂല, അടുക്കള കോമൺ ആയിട്ടുള്ളതാ എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് സുധീഷെ വഴക്ക് വേണ്ട എന്ന് ടെൻഷനോടെ നിധി പറയുന്നുണ്ട്. ഇതിലെന്ത് വഴക്കാ നിധി, ന്യായം നമ്മുടെ ഭാഗത്താന്നേ എന്ന് പറഞ്ഞവൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തൊഴിച്ച് അമ്മായിയുടെ ഒരു സ്റ്റൗവിലെ പാത്രം ഇറക്കി വെച്ച് വെള്ളം ചൂടാക്കാനായി വെക്കുകയാ. എടാ, എന്താണ് നീ കാണിക്കുന്നേ, എന്ത് തോന്നിയ സട നീ കാണിക്കുന്നതെന്ന് അമ്മായി ചോദിക്കുന്നുണ്ട്. തോന്നിവാസമില്ല, അവകാശം എന്ന് സുധീഷും. എടാ, പാതി വേവിച്ച ഭക്ഷണമാണോ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നേ എന്നമ്മായി ചോദിക്കേ. എന്റെ അമ്മായി, പാതി വേവിച്ച പച്ചക്കറികളാ നല്ലത്, ഈ തടിയൊക്കെ ഒന്ന് കുറയട്ടെന്നേ എന്ന് സുധീഷും. എടാ, എരണം കെട്ടവനെ, മര്യാദയ്ക്ക് അതെടുത്ത് തിരിച്ചു വെച്ചോ എന്നമ്മായി ദേഷ്യത്തോടെ വെച്ചവയ്ക്ക്. 5 മിനിറ്റ് ഒന്ന് ക്ഷമിക്കമ്മായി, വെള്ളം ഇപ്പൊ ചൂടാവും എന്ന് സുധീഷും പറയുന്നുണ്ട്. എടാ, പോക്രിത്തരാടാ നീ ഈ കാണിക്കുന്നു, അമ്പലത്തിലേക്ക് വന്നോണ്ടാ ഞാൻ സംസാരിക്കുന്നത് നിൽക്കുന്നേ എന്നമ്മായി പറയുന്നതുകൾക്ക്. അപ്പൊ അമ്മായി കാണിക്കുന്നതൊന്നും പോക്രിത്തരമല്ലേ, ദേ ഇത്രയും നേരം ഉറഞ്ഞു തുള്ളിയത് അമ്പലത്തിലേക്ക് വന്നത് ഓർമ്മയില്ലഞ്ഞിട്ടാണോ എന്ന് സുധീഷ് ചോദിക്കെ. സുധീഷ് വഴക്ക് വേണ്ടെന്ന് നിധി വീണ്ടും പറയുന്നു. എന്റെ പൊന്നു നിധി, ഞാൻ എവിടെ വഴക്കിടുന്നു, വഴക്കുണ്ടാക്കുന്നത് ഇവരാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കുന്നത് കഴിയും, എന്നിട്ട് അടുപ്പ് തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ. അപ്പോഴേക്കും അടുക്കള എന്റെയാണ്, പാത്രം എന്റെയാണെന്ന് പറഞ്ഞ് അധികാരം കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് ദേഷ്യത്തോടെ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വഴി പറഞ്ഞു തന്നാ എന്റെ ചേട്ടനെ പറഞ്ഞ മതി എന്നമ്മായി പറയുന്നതുകൾക്ക്. പറയാലോ, ഇപ്പൊ തന്നെ വിളിച്ചോ, ദേ ഫോൺ ഇതാന്ന് പറഞ്ഞ് സുധീഷ് മൊബൈൽ കാണിക്കുന്നു. അതുകൊണ്ട് നിധിയും ആ ചൂട് മതി, വെള്ളം വാങ്ങിക്കോ എന്ന് പറയേ. മതിയോ എന്ന് ഇയാൾ പോയിക്കോ, ഞാൻ വെള്ളം കൊണ്ടുവരാം എന്ന് പറയേ. നിധി അവിടെ തന്നെ നിൽക്കണ കണ്ട് പേടിക്കണ്ട, ഞാൻ കൊണ്ടുവരാം, ഇയാൾ പോയിക്കോ എന്ന് സുധീഷ് വീണ്ടും പറയുക. നിധി അവിടെ നിന്ന് പോകുമ്പോഴേക്കും സുധീഷ് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊണ്ടുപോകാൻ തുടങ്ങുകയാ. അതുകൊണ്ട് അമ്മായി ഉണ്ടാടാ, ആ പാത്രം തിരികെ ആര് വെക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആര് വെക്കാനില്ലേ, എന്നാ ഞാൻ എടുത്ത് കളയാമേ എന്ന് പറഞ്ഞ് സുധീഷ് ആ പാത്രം എടുക്കാൻ പോകുമ്പോഴേക്കും അമ്മായി അവനെ തടയുന്നുണ്ട്. എന്തേ വേണ്ടേ എന്ന് ചോദിച്ച് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്റെ കർമ്മം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അമ്മായി വീണ്ടും ആ പാത്രം എടുത്ത് സ്റ്റവിലേക്ക് വെച്ച് നശൂലങ്ങള് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽപ്പാ. സുഭാഷും ചാന്ദിനിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ട് മോളെ നീ എവിടെയായിരുന്നു മോളെ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. നിധി അവരുടെ അരികിലേക്ക് വന്നിരുന്ന് ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കാനായി പോയതാ, സുനന്ദയുടെ അമ്മ കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞു എന്നവൾ പറയേ. നിന്നെയോ എന്ന് സുഭാഷ് ഏട്ടനും. അങ്ങോട്ട് ചൂടുവെള്ളവുമായി വന്ന സുധീഷും അത് കേട്ടിട്ടാ ഞാൻ അങ്ങോട്ട് ചെന്നത് എന്ന് പറയേ. അല്ല, അവരെന്തിനാ നിന്നെ ചീത്ത പറയുന്നതെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നു. അടുക്കളയിൽ നമുക്ക് കയറാൻ പറ്റില്ല എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. എന്നിട്ടെന്താ, ഞാൻ അടുക്കളയിൽ നിന്ന് പാത്രം എടുത്ത് മാറ്റിവെച്ച് വെള്ളം തിളപ്പിച്ചു എന്ന് സുധീഷും പറയുന്നുണ്ട്. മോളെ, എന്തേലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് സുഭാഷ് ഏട്ടനും. നിധി അത് സമ്മതിക്കുമ്പോഴേക്കും സുധീഷ് അവൾക്ക് വെള്ളം കൊടുക്കുകയാ. ചൂട് കറക്റ്റ് അല്ലേ എന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന അവളോടായി അവൻ ചോദിക്കുന്നുണ്ട്. അതേന്ന് നിധി പറയേ. എടാ, ചൂട് ഇത്തിരി കൂടിയാലും അത് ഊതി കുടിച്ചാ പോരെ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. മൊബൈൽ നോക്കിയിരിക്കണ നികേഷിനെ കണ്ട് നികേഷ് ഈ ലോകത്തൊന്നും അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവൻ അവന്റെ ലോകത്താ, വിളിച്ചാലൊന്നും കേൾക്കില്ലെന്ന് ഹരീഷും. എടാ നികേഷേ എന്ന് സുധീഷ് ഉച്ചത്തിൽ വിളിക്കുമ്പോഴേക്കും എന്താ ഏട്ടാ എന്ന് ചോദിച്ച് നികേഷ് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുക. എടാ, ഇനിയെങ്കിലും ആ ഫോൺ ഒന്ന് മാറ്റിവെക്ക് എന്ന് സുധീഷ് പറയേ. എടാ, നീ ഏതു നേരവും അതിനകത്താണല്ലോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ മാത്രമല്ലല്ലോ, ഹരീഷേട്ടനും ഉണ്ടല്ലോ, ഞാൻ പിന്നെ ഗെയിം കളിക്കാന്ന് വെക്കാം. ഹരീഷേട്ടനോ എന്ന് ചോദിച്ച് ഹരീഷിന്റെ അടുത്തേക്ക് എത്തുകയാ നികേഷ്. അപ്പോഴേക്കും മണിച്ചേട്ടൻ തന്റെ സ്കൂട്ടറിൽ അങ്ങോട്ട് എത്തിയിരുന്നു.
എല്ലാവരുടെയും മുറ്റത്തിരുന്ന് കാറ്റ് കൊള്ളിയായിരിക്കും എന്നാ ചേട്ടൻ ചോദിക്കേ. അല്ല, ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു എന്ന് സുഭാഷ്. മണിച്ചേട്ടന്റെ കയ്യിലെ പാർസൽ കണ്ട് ചേട്ടാ ഇത് മറ്റേ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ അമ്പലത്തിലേക്ക് മാത്രമായി വരുന്നവർക്കുള്ള ഒരിടമുണ്ട്, സ്വാമീസ്, അവിടെ നിന്നായെന്ന് മണിച്ചേട്ടനും. ഓ സ്വാമീസ് എന്ന് സുധീഷ് പറയേ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തിരുന്നോ എന്ന് നിധി സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. വന്നയുടനെ ഓർഡർ ചെയ്തിരുന്നു, നിന്നോടത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. യാത്ര ചെയ്തു വന്നതല്ലേ, എല്ലാവർക്കും നല്ല വിശപ്പാവില്ലേ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളൊക്കെ വെറുതെ കിടന്നുറങ്ങി വന്നതല്ലേ, ഇയാളല്ലേ ഇവിടം വരെ ഓടിച്ചത്, ക്ഷീണം നിങ്ങൾക്കായിരിക്കും കൂടുതലെന്ന് നിധിയും. അത് കേട്ട് നികേഷും ഹരീഷിനോടായി പറയുന്നുണ്ട്. അത് കേട്ടോ, നാട് വിട്ടിവിടെ എത്തിയപ്പോഴേക്കും സുധീഷേട്ടൻ ഏട്ടത്തിയുടെ അടുത്ത് സ്കോർ ചെയ്യാൻ തുടങ്ങിയല്ലോ എന്ന്. അതെ അതെ എന്ന് ഹരീഷും. മണിച്ചേട്ടൻ കൊടുത്ത പാർസൽ അപ്പോഴേക്കും സുധീഷ് എല്ലാവർക്കും കൊടുക്കുക. അല്ല നിങ്ങളുടെ അമ്മായി ഇല്ലേ എന്ന് മണിച്ചേട്ടൻ ചോദിക്കേ. അവരകത്തുണ്ടെന്ന് സുഭാഷും. അവരിവിടെ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടി ചേർത്ത് ഉണ്ടാക്കിയാ പോരെ എന്ന് മണിച്ചേട്ടൻ ചോദിക്കേ. ഞങ്ങൾ തമ്മിലേ അത്ര സുഖത്തിലല്ല, ചില സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെന്ന് സുഭാഷും. അതാണ് എല്ലാ വർഷവും അവര് മാത്രം വന്നു പോകുന്നതല്ലേ, ഇപ്പൊ ഇവിടെ എത്തിയല്ലോ, ഇനിയിപ്പോ എല്ലാ പ്രശ്നവും ശരിയാവും, നോക്കിക്കോ എന്ന് മണിച്ചേട്ടൻ. എല്ലാരും അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കണ്ട് അല്ല എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നാണോ കഴിക്കുന്നതെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. നല്ലതല്ലേ, കാറ്റൊക്കെ കൊണ്ട് കഴിക്കാലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ല മണിച്ചേട്ടൻ കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കേ. ആ ഞാൻ കഴിച്ചതാ, നിങ്ങൾ കഴിക്കുന്ന മണിച്ചേട്ടനും. ചേട്ടാ ഭക്ഷണം കലക്കിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത് ക്ഷീണിച്ച് അങ്ങോട്ടെത്തുന്ന അമ്മായി ആ കാഴ്ച കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നത്. അവരെ ശ്രദ്ധിച്ച സുധീഷും ആരോ ചിലരിവിടെ ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, അപ്പോൾ ഇത്ര ഗംഭീരമായിട്ടുള്ള ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു, അല്ലടാ നികേഷേ എന്ന് സുധീഷ് ചോദിക്കേ. ആ അതെ, ചിലരുടെ പോലെ തനി കഞ്ഞിയായില്ലല്ലോ എന്ന് നികേഷും പറയുക. അത് കേൾക്കെ അമ്മായി ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴാണ് അച്ഛൻ ഭാസ്കരൻ കൂട്ടുകാരോടൊത്ത് മദ്യപിച്ച് വർത്തമാനവും പറഞ്ഞ് അങ്ങോട്ട് വരുന്നത്. മഹാരാഷ്ട്ര അല്ലടാ അയ്യപ്പ, രാജസ്ഥാനിലെ ഥാർ മരുഭൂമി എന്ന് വെച്ചാ ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ചൂട്, സൂര്യപ്രകാശമൊക്കെ ദേഹത്തോട്ടടിക്കുമ്പോൾ നമ്മുടെ ദേഹമൊക്കെ അങ്ങ് വീണ്ടു കീറുന്നത് പോലെ തോന്നും എന്നൊക്കെ ഭാസ്കരൻ തന്റെ കൂട്ടുകാരോടായി പറയുന്നുണ്ട്. അവരെല്ലാം കണ്ട് ഇതൊക്കെ ആരാ എന്ന് ഹരീഷ് നികേഷിനോടായി ചോദിക്കുന്നു. ആ എന്ന് നികേഷും. ഭാസ്കരൻ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ലോറിയുടെ പുറത്തും ചൂട് അകത്തും ചൂട്, തണുത്ത ബിയർ ഐസ് ക്യൂബ് ഇട്ട് വെച്ചിരിക്കുക, അതടിച്ചിട്ടാ വണ്ടി ഓടിക്കുന്നത്, അതൊക്കെ ഒരു കാലം. അതൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നിയമം സെറ്റായില്ലേ, ഒരു പരിപാടിയും നടക്കാതായപ്പോ ഞാൻ വണ്ടി പണി അങ്ങ് നിർത്തി എന്നച്ചൻ പറയുന്നതുകൾക്ക് സംശയത്തോടെ പരിപാടിയോ എന്ന് സുധീഷും പിറുപിറുക്കുന്നുണ്ട്. ഇയാളുടെ പേര് ഭാസ്കരൻ എന്നാണോ അതോ ജാലിയും കാണാരെന്നാണോ എന്ന് ഹരീഷ് ചോദിക്കുന്നതുകൾക്ക് നികേഷും ചിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ ഫ്രണ്ട്സിനോടായി ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഇല്ലില്ല ഞങ്ങളില്ല, കുറെ കാലത്തിനു ശേഷം നിന്നെ കണ്ട സന്തോഷത്തിൽ ഇത്തിരി ഓവറായി, വേഗം പോണം ഇല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് വായി കെട്ടേണ്ടി വരും എന്നൊരു കൂട്ടുകാരൻ പറയുന്നുണ്ട്. പോടാ, കുഴിയിലേക്ക് കാലെടുക്കാറായി, ഇപ്പോഴും ഭാര്യയെ പേടി എന്ന് ഭാസ്കരനും പരിഹസിക്കുക. കേട്ടില്ല ചാക്കോ, ഇവരെയൊക്കെ എന്തിനു കൊള്ളാം, ശരിയടാ നിങ്ങൾ വിട്ടോ എന്നവരോടായി പറഞ്ഞ് സുഭാഷിനോടായി. എടാ സുഭാഷേ, ഇതൊക്കെ അച്ഛൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ, ഇത് ചാക്കോ, അത് ദാമോദരൻ, അത് അയ്യപ്പൻ, ഞാനോടി ചേരുമ്പോ അയ്യപ്പൻ ഭാസ്കരൻ ചാക്കോ ദാമോദരൻ ABCD എന്നാ ഞങ്ങളെ സ്കൂളിൽ വിളിക്കുക എന്ന് ഭാസ്കരൻ പറയുന്നതൊക്കെ ഇവരാണോ മക്കള് എന്ന് അവരും ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞു തരാം, ആ ഇരിക്കുന്നവനാണ് മൂത്തവൻ സുഭാഷ്, അത് രണ്ടാമത്തവൻ സുധീഷ്, അത് ഹരീഷ്, ദോ അങ്ങേ അറ്റത്തിരിക്കുന്നത് നികേഷ്, അങ്ങനെ മൊത്തത്തിൽ 4 പിള്ളേര്. ദേ അത് ഇരിക്കുന്നത് രണ്ടാമത്തവന്റെ ഭാര്യയാ നിധി എന്നച്ചൻ പറയുന്നവർക്ക് സുധീഷും സന്തോഷത്തോടുകൂടി നിധിയോട് ചേർന്നിരിക്കുകയാണ്. അങ്ങനെ 4 മക്കളും ഒരു മരുമോളും, ഹാപ്പി ഫാമിലി എന്ന് ഭാസ്കരൻ പറയുന്നവർക്ക് അച്ഛാ വന്ന് കഴിക്കാൻ നോക്കുന്ന സുഭാഷ് വിളിക്കുന്നുണ്ട്. ഏയ് എനിക്ക് ഫുഡൊന്നും വേണ്ടടാ, ഞാൻ ഇവരെ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നതല്ലേ എന്നച്ഛൻ പറയുന്നവർക്ക് ഇതെന്താ കാഴ്ച ബംഗ്ലാവോ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ കണ്ട എനിക്ക് എന്തിനാടാ ഭക്ഷണം, നിങ്ങൾക്കറിയോ ഞങ്ങളായിരുന്നു സ്കൂളിലെ പാട്ട് സംഘം, ഞാനും ചാക്കോയും പാടും, ഇവൻ കൊട്ടും. ചാക്കോ നമുക്കൊന്ന് പാടിയാലോടാ എന്ന് ഭാസ്കരൻ ചോദിക്കേ. അയ്യോ പാട്ടൊക്കെ മറന്നു ഭാസ്കര എന്ന് ചാക്കോയും. എന്നാലും നീ ഒന്ന് നോക്ക്, എന്റെ കൂടെ ഒന്ന് മൂളിയാ മതി നീ എന്ന് പറഞ്ഞ് ഭാസ്കരൻ പാടുമ്പോഴേക്കും അവരും കൂടെ പാടുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി പാട്ടും ബഹളവും ആവുമ്പോഴേക്കും അങ്ങോട്ട് വന്ന അമ്മായിയും അത് കണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടെ പറയുക. എല്ലാവരും പാട്ട് നിർത്തുമ്പോഴേക്കും ഇതെന്താ ചന്തയാണോ, വേറെ ആർക്കും ഇവിടെ താമസിക്കണ്ടേ, എന്റെ മോനും മരുമോളും ഇപ്പൊ വരും, അവർ ഈ കൂത്താട്ടം കാണണ്ടേ എന്നമ്മായി ചോദിക്കേ. ഭാസ്കരനും ചിരിയോടെ ഓ നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മണി പറഞ്ഞു. നമസ്കാരം എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് ഓർമ്മയുണ്ടോ ചാക്കോ, പൂതന നമ്മള് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേ ഇവള് നഴ്സറിയില് എന്ന് പറയേ ലളിതയും മണിയോടായി. മണി എന്താ ഇതൊക്കെ, ഇതിനാണോ ഞങ്ങൾ ഇവിടെ റൂം എടുത്തത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് മണിയും ഭാസ്കരേട്ടാ നമുക്ക് പോവാം, ഞാൻ പറയുന്ന കേൾക്ക് എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിലും എനിക്കിന്റെ ഫാമിലിയുടെ കൂടെ ഇവിടെ ഇരിക്കണ്ടേ എന്ന് ഭാസ്കരനും ചോദിക്കുക. അത് കേട്ട് അവന്റെ ഫ്രണ്ട്സും വിളിക്കുന്നുണ്ട്. നീ വാട ഭാസ്കര, പെണ്ണിനെ പേടിയുള്ള ഇവൻ പോട്ടെ, നമുക്ക് ആ കുന്നിന്റെ പുറത്ത് പോയി 2 എണ്ണം വിട്ട് നിലാവും കണ്ട് പാട്ടും പാടിയിരിക്കാം എന്ന് ദാമോദരൻ പറയുന്നതിൽക്കെ സന്തോഷത്തോടെ ഭാസ്കരൻ അതിന് സമ്മതിക്കുകയാ. അപ്പോ മൈ സൺസ് ഗുഡ് നൈറ്റ്, രാവിലെ കാണാം.
ഓക്കെ ശുഭരാത്രി തുടങ്ങടാ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ വീണ്ടും പാട്ട് പാടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അമ്മായിയും ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് സുഭാഷും കൂട്ടരും ഒരു റൂമിൽ പാവിരിച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. അവൾ തന്റെ ചാർജിലിട്ട മൊബൈൽ എടുക്കുമ്പോഴേക്കും മോളെ റൂമൊക്കെ ഒക്കെ ഇല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നു. അതെ എന്ന് അവൾ പറയേ എന്നാ പോയി കിടന്നോ, രാവിലെ അമ്പലത്തിൽ പോവാനുള്ളതാണെന്ന് സുഭാഷ് ഏട്ടൻ പറയേ ശരി എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. സുധീഷ് അപ്പോഴേക്കും നിധിയുടെ പുറകെ ചെല്ലുന്നുണ്ട്. റൂമിലേക്ക് കയറാൻ തുടങ്ങിയ നിധിയെ പിറകിൽ നിന്ന് സുധീഷ് അതെ എന്ന് വിളിക്കുക. നിധിയും ഞെട്ടലോടെ എന്താ എന്ന് ചോദിക്കുക. അത് കണ്ട് സുധീഷും പരിഭ്രമത്തോടെ എന്താ എന്ന് ചോദിക്കേ. എന്തിനിങ്ങനെ പുറകെ വന്ന് പേടിപ്പിക്കുന്നേ എന്ന് നിധിയും ചോദിക്കുക. അല്ല ഒന്ന് വിളിച്ചല്ലേ ഉള്ളൂ എന്ന് സുധീഷ് ചോദിക്കേ. ഇങ്ങനെ തൊട്ടു പുറകിൽ അറിയാതെ വന്നിട്ട് വിളിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് നിധിയും ചോദിക്കും. അവനൊരു ചമ്മലോടെ സോറി പറയുമ്പോഴേക്കും പറ എന്താ കാര്യമെന്ന് നിധിയും. അല്ല ഇത്ര ചെറിയ ശബ്ദത്തിന് ഇങ്ങനെ പേടിച്ചാ രാത്രി ശരിക്കും പേടിക്കൂലേ? അല്ല ഈ പുതിയ നാട്, പുതിയ വീട്, പുതിയ മുറി, പരിചയമില്ലാത്ത അന്തരീക്ഷം, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ഞാൻ വന്ന് കൂടെ കിടക്കാമെന്ന് പറയായിരുന്നു എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് സംശയത്തോടെ അവനെ തന്നെ നോക്കി നിൽപ്പാൻ നിധിയും. അയ്യോ തെറ്റായി ഉദ്ദേശിച്ചതൊന്നുമല്ല, ഈ റൂമിന്റെ മൂലയിൽ അങ്ങ് മാറി അവിടെ പതിയെ കിടന്നോളാമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല രാത്രി ചിലപ്പോ കറണ്ടെങ്ങാനും പോയാ നിധി പേടിക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതാട്ടോ എന്ന് സുധീഷ് പറയേ. കറണ്ട് പോയാ എന്റെ ഫോണിൽ ടോർച്ചുണ്ട്, അത് ഓൺ ചെയ്തോളാമെന്ന് നിധിയും. അത് കേൾക്കെ ചമ്മലോടെ ചിരിയോടെ അതെല്ലേ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? അല്ല ഇവിടെ നെറ്റ്വർക്കൊക്കെ ഇത്തിരി കഷ്ടിയാട്ടോ, എന്തേലും ആവശ്യത്തിന് വിളിക്കണമെന്ന് തോന്നിയാ എന്നവൻ വീണ്ടും പറയാ. ഇയാളെന്താ നെറ്റ്വർക്ക് ഉണ്ടാക്കി തരുമോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതല്ല അടുത്ത ആളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അയാളെ വിളിച്ച് എന്ന് സുധീഷ് പറയുന്നവർക്ക് നിധി വീണ്ടും ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിൽപ്പാ. അയ്യോ നിധി ഞാൻ തെറ്റായിട്ടൊന്നുമല്ല പറഞ്ഞത്, ഞാൻ ഈ മുറിയിലെ സൈഡില് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വന്ന് ഏട്ടത്തി അതെ ചാന്ദിനിക്കില്ലേ അപ്പുറത്തെ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി, അതുകൊണ്ട് ഇവിടെ കിടക്കട്ടെ എന്ന് ചോദിക്കുക എന്ന് പറയുന്നതുകൾക്ക് സുധീഷും ദേഷ്യത്തോടെ മനസ്സിൽ പറയുന്നുണ്ട്. എടാ മഹാഭാവി ദ്രോഹി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ നിൽപ്പാ. നിധിയും പറയുന്നുണ്ട് ഞാനത് അങ്ങോട്ട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു, എന്തിനാ ചാന്ദിനിയെ വേറെ റൂമിൽ കിടക്കുന്നേ, ഇങ്ങോട്ട് പറഞ്ഞയച്ചോ ഞങ്ങൾ ഒരുമിച്ച് കിടന്നോളാമെന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേട്ട് ഹരീഷും സന്തോഷത്തോടെ ഏടത്തി അകത്തേക്ക് പോയിക്കോ ഞങ്ങൾ ഇവിടെ കിടന്നോളാമെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും നിധി ഡോർ അടയ്ക്കുകയാണ്. കള്ള ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും നിന്നെ ഇപ്പോൾ ആരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു, എടാ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ കിടക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കുമായിരുന്നു എന്ന് സുധീഷ് പരിഭവത്തോടെ പറയുന്നുണ്ട്. ഹരീഷ് ഏട്ടൻ ആ മുറിയിൽ കുറച്ചു നേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിലേ ഏടത്തിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയേനെ, അതുകൊണ്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നതാണെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഒന്ന് പോട ചെറുക്ക, നിനക്ക് അസൂയാണെന്ന് സുധീഷും. എനിക്കാ എന്ന് ചെല്ലേ എന്ന് ഹരീഷ് പറയുന്നവർക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുക. ചെന്ന് ചെരുപ്പ് കൊണ്ട് കാരണം താടി വാങ്ങിയിട്ട് വാ എന്ന് ഹരീഷ് പറയുന്നതുകൾക്ക് തന്റെ കവിള് തടവിക്കൊണ്ട് സുധീഷ് തിരികെ വരിക. ഇങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാ. ഹരീഷ് അവനെയും കൊണ്ട് അവർ കിടക്കുന്ന റൂമിലേക്ക് എത്തുമ്പോഴേക്കും ചാന്ദിനി അങ്ങോട്ട് എത്തുന്നുണ്ട്. അവളെ കണ്ട് സുഭാഷും ചാന്ദിനി കമര ഉദർ ബാക്ക് സൈഡ് നിധിയുണ്ട് ഇവിടെ എന്ന് പറയുമ്പോഴേക്കും നിധി അങ്ങോട്ട് വന്ന് ചാന്ദിനി ആവോ എന്ന് വിളിക്കുക. സുഭാഷ് ഏട്ടാ ഗുഡ് നൈറ്റ് എന്ന് നിധി പറയേ. ചാന്ദിനിയും സുഭാഷിന് ഗുഡ് നൈറ്റ് പറഞ്ഞ് നിധിയുടെ കൂടെ പോവുകയാണ്. ഗുഡ് നൈറ്റിനെ കുറിച്ച് മാധുര്യം കൂടിയോ എന്ന് നികേഷ് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്. സുഭാഷും ദേഷ്യത്തോടെ അവൻ അടിക്കാനായി ചെല്ലുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും കിടന്നു കഴിയുമ്പോഴേക്കും അച്ഛൻ വന്നില്ലല്ലോടാ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ സുഭാഷ് ഏട്ടൻ പോയി അന്വേഷിച്ചോ എന്ന് സുധീഷ്. അപ്പോഴാണ് അതിലെ പോവുകയായിരുന്ന അമ്മായി സുധീഷ് അവരുടെ കൂടെ കിടക്കുന്നത് ശ്രദ്ധിച്ച് നിധിയുടെ അടച്ചിട്ട റൂമിന്റെ ഡോറിൽ തട്ടി വിളിക്കുന്നത്. നിധി വന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും നീ ഈ റൂമിലാണോ കിടക്കുന്നതെന്ന് അമ്മായി ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവൾ പറയേ. അപ്പൊ സുധീഷ് എന്താ അവിടെ കിടക്കുന്നതെന്ന് അമ്മായി. അതിനെന്താ എന്നവൾ ചോദിക്കേ. അല്ല നിന്റെ ഭർത്താവ് എന്താ ഈ മുറിയിൽ കിടക്കാത്തെ, അവര് ബ്രദേഴ്സ് അവിടെ ഒന്നിച്ച് കിടക്കുന്ന കണ്ടില്ലേ എന്ന് നിധിയും ചോദിക്കും. അതെന്താണെന്നാ ഞാൻ ചോദിച്ചതെന്ന് അമ്മായി. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് നിധിയും. അല്ല സാധാരണ ഭാര്യയും ഭർത്താവും ഒരേ മുറിയിലാണല്ലോ കിടക്കാറുള്ളത് എന്ന് അമ്മായിയും. നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലല്ലേ, എന്നും രാത്രി കിടക്കാൻ നേരത്തെ ഫ്ലൈറ്റും പിടിച്ച് അങ്ങോട്ട് പോവാറുണ്ട് എന്നവൾ ചോദിക്കുക ചമ്മലോടെ. അതുപോലെ അല്ലല്ലോ ഇത്, ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ചുണ്ടല്ലോ എന്ന് അമ്മായി. അത് തറവാട്ട് അമ്പലത്തിലേക്ക് വന്നതല്ലേ, അതുകൊണ്ട് അവിടെ കിടക്കുന്നു, ഞാൻ ഇവിടെയും എന്ന് നിധി പറയുന്നതുകൾക്ക്. അല്ല നിങ്ങൾക്കിടയിൽ വല്ല പ്രശ്നവുമുണ്ടോ എന്ന് അമ്മായി ചോദിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ തീർത്തു തരുമോ എന്ന് നിധിയുടെ ചോദ്യം കേൾക്കെ. ഓ എനിക്കെന്താ വേറെ ജോലിയില്ലേ എന്ന് അമ്മായിയും. അറിയാലോ അപ്പൊ പോയി കിടക്കാൻ നോക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് കഷ്ടപ്പെടാതെ ചെല്ല് എന്ന് നിധി പറയുമ്പോഴാണ് ചാന്ദിനി ആ റൂമിലേക്ക് കിടക്കാനായി വരുന്നത്. ചാന്ദിനി എന്തോ ഹിന്ദിയിൽ പറയുമ്പോഴേക്കും എന്തോന്ന് എന്ന് അമ്മായിയും ചോദിക്കുന്നുണ്ട്. മുന്നിൽ നിന്ന് നീങ്ങി നിൽക്കാൻ എന്ന് നിധിയും പറയുന്നു. അമ്മായി നീങ്ങി കൊടുക്കുമ്പോഴേക്കും ചാന്ദിനി അകത്തേക്ക് കയറി പോവുകയാണ്. അവളെ ശ്രദ്ധിച്ച അമ്മായിയും ഇവള് നിന്റെ കൂടെയാണോ കിടക്കുന്നത് എന്ന് ചോദിക്കേ. അതെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിധി. എനിക്കെന്ത് കുഴപ്പം, ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു, എനിക്ക് മനസ്സിലാവില്ലായിരുന്നു എന്ന് അമ്മായിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 1000 ചോദ്യങ്ങൾ വേറെ ചോദിക്കുമെന്ന് അറിയാലോ
എന്ന് നിധി പറയുന്നതൊക്കെ ഓ വല്ലാത്ത നാവു തന്നെ നിന്റെ. ആ വീട്ടിലേക്ക് പറ്റിയ മുതലാ. വെള്ളം ചൂടാക്കാൻ വന്നപ്പോ എന്തൊരു പാവമായിരുന്നു. എന്നമ്മായി പറയേ എപ്പോഴും പാവമായിരുന്നാലേ നിങ്ങളെപ്പോലെയുള്ളവര് തലയിൽ കയറി തുള്ളും, അതുകൊണ്ടാ എന്ന് നിധിയും പറയുന്നുണ്ട്. അവളെ നോക്കിയൊന്ന് ഇരുത്തിമോളി അഹങ്കാരി എന്ന് പറഞ്ഞ് അമ്മായി അവിടുന്ന് പോവുകയാ. രാവിലെ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുക നികേഷ്. സുഭാഷും റെഡിയായി അങ്ങോട്ട് വന്ന് അല്ല നീ ഒരുങ്ങിയില്ലേ എന്ന് നികേഷിനോട് ചോദിക്കുന്നു. അയ്യോ എന്നെ കണ്ട ഒരുങ്ങിയെന്ന് തോന്നുന്നില്ലേ, ഷർട്ട് മാറ്റണോ എന്ന് നികേഷൻ ചോദിക്കുക. ഏയ് നന്നായിട്ടുണ്ട്. അല്ല സുധീഷും ഹരീഷും റെഡി ആയില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. അവരെന്റെ ഒപ്പം റെഡിയായതാണല്ലോ എന്ന് നികേഷും പറയുക. എന്ന് അവന്മാരോട് പെട്ടെന്ന് വരാൻ പറയുന്നു പറഞ്ഞ് സുഭാഷ് അവിടുന്ന് പോവുക. അപ്പോഴാണ് മുണ്ടൊക്കെ എടുത്ത സുന്ദരനായി സുധീഷ് അങ്ങോട്ട് വരുന്നത്. അവനെ ആവേശത്തിൽ കണ്ട് നികേഷും എന്താണ് തമ്പുരാനെ പതിവില്ലാതെ മുണ്ടും വേഷ്ടിയുമൊക്കെ എന്ന് നികേഷ് ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല, അങ്ങനെ ഒരു തോന്നല് എന്ന് സുധീഷും. അതിന്റെ കാരണമാണ് നോം ചോദിച്ചത് എന്ന് നികേഷ് പറയേ. എടാ നിധി സാരി എടുത്തു വരുമ്പോ ഒരു മാച്ചിങ് ആവട്ടെ എന്ന് വിചാരിച്ചു എന്ന് സുധീഷും. അതിനേട്ടത്തി സാരി എടുക്കുമെന്ന് സുധീഷേട്ടൻ എങ്ങനെ മനസ്സിലായി എന്ന് നികേഷ് ചോദിക്കേ. എടാ മോനെ നികേഷേ, ഞാൻ അവളുടെ ഭർത്താവല്ലേടാ, എനിക്ക് നിധി അറിഞ്ഞൂടെ, നീ നോക്കിക്കോ അവള് സാരി ഉടുത്തേ വരൂ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി തന്റെ റൂമിന്റെ ഡോർ തുറന്ന് സാരി ഉടുത്ത് സുന്ദരിയായി പുഞ്ചിരിയോടെ അങ്ങോട്ട് നടന്നു വരികയാ. അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നോക്കടാ എന്ന് സുധീഷ് നികേഷിനോടായി പറയുന്നുണ്ട്. ഏട്ടത്തി സാരി സൂപ്പർ ആയിട്ടുണ്ടെന്ന് നികേഷും പറയുകയാ. പുഞ്ചിരിയോടെ നിധിയും താങ്ക്സ് പറയുകയാ. ആഹാ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്ന് സുധീഷ് പറയുന്നവർക്ക് ഒരുപാട് പുകഴ്ത്തണ്ട, ഇഷ്ടമാവില്ല എന്ന് നികേഷും പറയും. ഇറങ്ങിയാലോ എന്ന് നികേഷ് ചോദിക്കെ. ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുധീഷ് അവിടുന്ന് പോവുക. സമയമായി പോണ്ടേ എന്ന് നികേഷ് ചോദിക്കെ. വരാടാ എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് ഓടുകയാണ്. അപ്പോഴേക്കും ഹരീഷും റെഡിയായി അങ്ങോട്ട് വരുന്നുണ്ട്. അവര് രണ്ടുപേരെയും തട്ടിമാറ്റി കയ്യിൽ മുല്ലപ്പൂവുമായി സുധീഷ് നിധിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നിധി ദാ ഇതോട് ചൂടിക്കോ എന്ന് പറയുന്നു. ഇതെപ്പോ വാങ്ങി എന്ന് നിധി ചോദിക്കേ. അത് രാവിലെ പോയി മേടിച്ചതാ എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് ഓ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും എന്ന് നികേഷ് ഹരീഷിനോടായി പറയുന്നു. നിധി സാരി ഉടുക്കുമെന്ന് എനിക്ക് തോന്നി, അതാ പോയി മേടിച്ചേ, അതാ ചൂടിക്കോ എന്ന് പറഞ്ഞു കൊടുക്കേ. അവളത് താങ്ക്സ് പറഞ്ഞു വാങ്ങുക. പിന്നീട് അവളതെടുത്ത് മുടിയിൽ ചൂടാൻ തുടങ്ങും നേരം നികേഷും ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് തന്റെ മൊബൈൽ എടുത്ത് സുധീഷിനെ പതിയെ വിളിച്ച് സുധീഷേട്ടാ ചേർന്ന് നിൽക്ക് എന്ന് പറയുന്നു. അത് കണ്ട് ഒന്നും മനസ്സിലാവാതെ എന്ത് എന്ന് ചോദിച്ചു നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.